മന്ത്രി തന്നെ കൈവെട്ടും കാലുവെട്ടും എന്ന് മുൻപ് പറഞ്ഞതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭൂമാഫിയയുടെ ഭാഗമായി നിൽക്കുന്നു എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ഈ സർക്കാർ മൂന്നാർ മാഫിയയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണോ VS ഭംഗ്യന്തരേണ പറഞ്ഞിരിക്കുന്നത്? അന്ന് അവരുടെ താല്പര്യത്തെ സംരക്ഷിച്ചു നിന്ന പാർട്ടി സെക്രട്ടറി ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്നു. അന്ന് അവരുടെ താല്പര്യത്തെ സംരക്ഷിച്ചിരുന്ന M.M. മണി ഇന്ന് മന്ത്രിയായിരിക്കുന്നു. അന്ന് അവരുടെ താല്പര്യത്തെ സംരക്ഷിച്ചിരുന്ന S. രാജേന്ദ്രൻ ഇന്നും അവരുടെ നാവായി തന്നെ പ്രതിരോധമായി നിൽക്കുന്നു. ഇതാണോ VS അച്യുതാനന്ദൻ ഇന്ന് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചത്? VS അച്യുതാനന്ദൻ അത് തന്നെയാണ് വേണു പറയുന്നത്. കാരണം മൂന്നാറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രണ്ട് കൂട്ടർക്കും ഒരു സമയത്ത് പിണറായി വിജയനും VS അച്യുതാനന്ദനും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വരെ പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം തർക്കങ്ങൾ CPM-ലെ ഇത്തരം തർക്കങ്ങൾക്ക് മൂന്നാർ എന്നും ഒരു പ്രധാനപ്പെട്ട ഘടകമായി കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ മൂന്നാർ ഒഴിപ്പിക്കൽ നടക്കുമ്പോൾ അതിൽ വ്യത്യസ്ത അഭിപ്രായം പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടി ഔദ്യോഗിക നേതൃത്വമോ പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇടുക്കിയിലെ ഭൂപ്രശ്നത്തെക്കുറിച്ച് വൈക്കം വിശ്വൻ കൺവീനറായിക്കൊണ്ട് CPM ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ഒരു രേഖ തയ്യാറാക്കുകയും അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇപ്പോൾ S. രാജേന്ദ്രൻ്റെ 6 സെൻറ്റോ 10 സെൻറ്റോ എന്നതിനപ്പുറം മൂന്നാറിൽ രണ്ട് രീതിയിലുള്ള കയ്യേറ്റങ്ങളാണ് നടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കയ്യേറ്റം ഒരിക്കലും ഇടുക്കിക്കാരോ മൂന്നാറുകാരോ അല്ലാത്ത ഇപ്പോൾ അമേരിക്കൻ സ്വദേശികളോ ഗൾഫിൽ ജീവിക്കുന്നവരോ എറണാകുളത്തുകാരോ പെരുമ്പാവൂരുകാരോ അങ്ങനെ മൂന്നാറിൽ സ്ഥലം വാങ്ങി അല്ലെങ്കിൽ സ്ഥലം കയ്യേറി അവിടെ റിസോർട്ട് നിർമ്മിച്ച് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് മൂന്നാറിലേക്ക് വരുന്നത്. ആ ലക്ഷക്കണക്കിന് ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കുക എന്ന ലാഭകരമായ ഒരു ബിസിനസ്സിന് വേണ്ടി അവിടെ സ്ഥലം കയ്യേറി റിസോർട്ട് നിർമ്മിക്കുന്ന ഒരു വിഭാഗം. മറുവശത്ത് ടാറ്റയെ പോലുള്ള നമ്മളെന്നും പറയാറുള്ളതുപോലെ മൂന്നാറിലെ ഏറ്റവും കൂടുതൽ ഭൂമി കയ്യേറി വച്ചിരിക്കുന്ന വൻകിട കുത്തക. ഇതുകൂടാതെ മൂന്നാറിലെ ഭൂപ്രശ്നം പരിഹരിക്കുക, ഭൂപരിഷ്കരണം എത്തിച്ചേരാത്ത പ്രദേശത്ത് ഭൂപരിഷ്കരണം നടപ്പാക്കുക, അങ്ങനെ മൂന്നാറിലെ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികൾക്കും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഭൂമി കൊടുക്കുക, അവിടുത്തെ കയ്യേറ്റക്കാരെ അത് ടാറ്റയായിക്കോട്ടെ റിസോർട്ട് ഉടമകളായിക്കൊള്ളട്ടെ അവരെ ഒഴിപ്പിക്കുക, അല്ല അവരുടെ കയ്യിലുള്ള സർക്കാർ ഭൂമി തിരിച്ചു പിടിച്ച് വിതരണം ചെയ്യുക. മൂന്നാറിലെ പരിസ്ഥിതിയെ നമുക്കറിയാം, മൂന്നാറിലെ ജനങ്ങൾ അവിടുത്തെ പരിസ്ഥിതിയെ തകർക്കുന്നില്ല, മറിച്ച് വൻകിട റിസോർട്ടുകളും തോട്ടം മേഖലയിൽ നടക്കുന്ന അനധികൃതമായ തോട്ടത്തിൻ്റെ വികസനവും ഇതാണ് മൂന്നാറിൻ്റെ പരിസ്ഥിതിയെ തകർക്കുന്നത്. അപ്പോൾ മൂന്നാറിൽ ഭൂമി ആദ്യം തോട്ടകൃഷിക്കായി പതിച്ചു കൊടുക്കുമ്പോൾ അവിടെ മലമുകളിൽ ഇത്ര പ്രദേശത്ത് ഒരു രീതിയിലും മരം വെട്ടാൻ പാടില്ല, പുഴയോരത്ത് ഇത്ര പ്രദേശത്ത് നശിപ്പിക്കാൻ പാടില്ല എന്നെല്ലാം കൃത്യമായ വ്യവസ്ഥകളുണ്ടായിരുന്നു. ആ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചു. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ സബ് കളക്ടറെ എല്ലാവരും ചേർന്ന് തല്ലിയോടിക്കാൻ ശ്രമിക്കുന്നു എന്ന്. 34 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നത് 1983-ൽ അൽഫോൺസ് കണ്ണന്താനം സബ് കളക്ടറായിരിക്കെ അയാൾ സർവീസിൽ കയറിയ സമയത്താണ് അന്ന് മൂന്നാറിലെ അനധികൃത നിർമ്മാണത്തെക്കുറിച്ച്, മൂന്നാറിലെ കയ്യേറ്റത്തെക്കുറിച്ച്, മൂന്നാറിലെ ഭൂമി പരിസ്ഥിതിക്കും ദോഷകരമായ രീതിയിലും ഒപ്പം തന്നെ സർക്കാർ ഭൂമി അനധികൃതമായി സ്വന്തമാക്കുന്നതിനെക്കുറിച്ച് സർക്കാരിലേക്ക് റിപ്പോർട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം നാലകത്ത് സൂപ്പി കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ, ഇസ്ഹാഖ് കുരിക്കൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ. ഈ റിപ്പോർട്ടുകളിലെല്ലാം മൂന്നാറിനു വേണ്ടി സമഗ്രമായ ഒരു സംരക്ഷണ പദ്ധതിയും മൂന്നാറിലെ പാവപ്പെട്ടവർക്ക് പരിസ്ഥിതിക്ക് നാശം വരാത്ത രീതിയിൽ അവർക്ക് വീട് വയ്ക്കാൻ ഭൂമി അനുവദിക്കുന്ന ഒരു പദ്ധതിയും, അതുപോലെ തന്നെ ടാറ്റയുടെ കൈവശം അവർ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ കൊണ്ടുവരുന്നതിനും പദ്ധതികളുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ടല്ലോ, നിവേദിത P. ഹരൻ മുതൽ ഇതുവരെ ഒരുപാട് ഇതിന് തടസ്സമായി നിൽക്കുന്നത് ആരാണ്? ഇതിന് തടസ്സമായി നിൽക്കുന്നത് എപ്പോഴും CPM ആകുന്നു എന്ന ആക്ഷേപം എന്തുകൊണ്ട് ഉയരുന്നു? ഇതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുന്ന മുഖം എപ്പോഴും CPM നേതാക്കൾ, ജനപ്രതിനിധികൾ എന്ന രൂപത്തിൽ എന്തുകൊണ്ടാകുന്നു? അത് അവർ തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ മൂന്നാറിലെ അടുത്ത ഘട്ടം ചർച്ചയാവുമ്പോൾ അവിടെ രാജേന്ദ്രൻ്റെ ഭൂമി വരുന്നു. കഴിഞ്ഞ തവണ മൂന്നാറിൻ്റെ പ്രശ്നം വന്നപ്പോൾ അവിടെ രവീന്ദ്രൻ എന്നൊരാളുടെ പട്ടയമായിരുന്നു. അതിനു മുമ്പ് ഇക്ക കോളനിയിലെ പാവങ്ങൾ വീട് വെച്ചതായിരുന്നു. അതിനുശേഷം കുറ്റിയാർ വാലിയിലെ ആളുകൾക്ക് ഭൂമി പതിച്ചു കൊടുത്തതായിരുന്നു. അതിനു മുമ്പ് CPIയുടെ ഇന്നിപ്പോൾ രാജേന്ദ്രൻ്റെ വീടാണെങ്കിൽ കഴിഞ്ഞ തവണ സമഗ്രമായി മൂന്നാറിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയത്ത് 2007-ലെ VS-ൻ്റെ ഇടപെടലാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് CPIയുടെ പാർട്ടി ഓഫീസായിരുന്നു. എന്തുകൊണ്ടാണ് മൂന്നാറിനെ സമഗ്രമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തതും, എന്തുകൊണ്ടാണ് മൂന്നാറിലെ ഭൂമി പ്രശ്നത്തിന് കൃത്യമായൊരു പരിഹാരം തേടാൻ കഴിയാത്തതും എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് തന്നെയാണ് പറയേണ്ടത്. CPM പറയണം. CPM-ന് എന്തുകൊണ്ട്
ഈ മൂന്നാറിൽ ഇത്രയും റിസോർട്ടുകളുണ്ടല്ലോ, ഈ റിസോർട്ടിന്റെ ഉടമസ്ഥരായവരാണ്, എവിടെയാണ് അവരുള്ളത്, എന്നാണ് അവർക്ക് ഭൂമി കിട്ടിയത്, ഏതടിസ്ഥാനത്തിലാണ് അവർക്ക് ഭൂമി പതിച്ച് കിട്ടിയത്? ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ ഒരു അടിയന്തരമായ നിർദ്ദേശം കൊടുത്താൽ അന്വേഷിച്ച് റിപ്പോർട്ട് വരുമല്ലോ. പെരുമ്പാവൂരിലുള്ള ആൾക്കോ അല്ലെങ്കിൽ എറണാകുളത്തിലെ ആൾക്കോ ദുബായിലുള്ള ആൾക്കോ അമേരിക്കയിലുള്ള ആൾക്കോ എങ്ങനെയാണ് കണ്ടന്തേവൻ വില്ലേജിൽ ഭൂമി കിട്ടുക? അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള ബാർ ഹോട്ടൽ ഉടമയ്ക്ക് എങ്ങനെയാണ് കണ്ടന്തേവൻ വില്ലേജിൽ ഭൂമി കിട്ടുക? അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമി പതിവ് നിയമങ്ങൾക്കനുസൃതമായിട്ട് കൃഷിക്കോ മറ്റാവശ്യങ്ങൾക്കോ പതിച്ചു കൊടുക്കേണ്ട ഭൂമി എങ്ങനെ റിസോർട്ട് ഉടമകളുടെ കയ്യിൽ വന്നു? എന്തുകൊണ്ട് ടാറ്റയുടെ കയ്യിൽ നിന്ന് പിടിച്ച് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചപ്പെട്ട ഭൂമി, ആ മാറ്റിവെക്കപ്പെട്ട ഭൂമി എന്തുകൊണ്ട് ഇപ്പോഴും ടാറ്റയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു? ശ്രീ പി കെ പ്രകാശ്, CPM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയവുമായി ഇതെങ്ങനെയാണ് പൊരുത്തപ്പെട്ട് കിടക്കുന്നത്? ഇപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് CPM ഈ പറയുന്ന മൂന്നാർ ദൗത്യത്തിനെതിരെ രംഗത്ത് വരുന്നത് മനസ്സിലാക്കാം. അങ്ങനെയല്ല, CPM-ന്റെ പണപ്പെട്ടിയാണോ ഇത്? ഈ മൂന്നാറിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ പുറം നാട്ടിൽ നിന്ന് വന്ന് അവിടെ ഈ പറയുന്ന കൊള്ളലാഭം ഉണ്ടാക്കാൻ നിയമലംഘനം നടത്തുന്നവർ CPM-ന്റെ പണപ്പെട്ടിയാണോ? ആ പണപ്പെട്ടിയുടെ തൂക്കം ഇങ്ങ് തിരുവനന്തപുരത്ത് വരെ അതിൻ്റെ ശക്തി സ്വാധീനമായി പ്രവർത്തിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അന്നത്തെ ആ ദൗത്യത്തിൻ്റെ ഹാലിളക്കത്തിനിടയിൽ ഒറ്റ രാത്രി കൊണ്ട് CPM-ന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി മാറി മറിഞ്ഞ് പിണറായി പക്ഷത്തേക്ക് പോയത്? എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി എന്തുകൊണ്ട് CPM-ൽ ഈ പറയുന്ന ഉൾച്ചലനങ്ങൾ ഉണ്ടാക്കണം? ശ്രീ പി കെ പ്രകാശ്, അതിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, എനിക്ക് തോന്നുന്നത് 99 ആണെന്ന് തോന്നുന്നു. 99 VS അച്യുതാനന്ദൻ LDF കൺവീനർ ആയിരിക്കുമ്പോൾ മൂന്നാറിലേക്ക് അദ്ദേഹം LDF കൺവീനർ എന്ന നിലയിൽ ആദ്യമായി ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പോകുമ്പോൾ കൂടെ പോയ ഒരാളാണ് ഞാൻ, മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ. എനിക്ക് തോന്നുന്ന അന്ന് MM മണിയും KK ജയചന്ദ്രനും VS അച്യുതാനന്ദനോടൊപ്പം ഈ കയ്യേറ്റ ഭൂമി സന്ദർശിക്കുന്നതിനുണ്ടായിരുന്നു. അത് ടാറ്റയുടെ കയ്യേറ്റം മാത്രമല്ല, B6 റിസോർട്ട് ഉൾപ്പെടെയുള്ള റിസോർട്ടുകളുടെ കയ്യേറ്റം കാണുന്നതിനും ഇവർ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ വെച്ച് ഇവരവിടെ നിന്ന് മാറുന്നു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, VS അച്യുതാനന്ദനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും അവരുടെ രാഷ്ട്രീയ CPM-മായി ബന്ധപ്പെട്ട അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് മൂന്നാറിലെ ഭൂമി പ്രശ്നത്തെ സമഗ്രമായി പരിഹരിക്കാൻ വേണ്ടി, ഞാൻ ചോദിക്കട്ടെ, ഇവരെല്ലാവരും ഇപ്പോൾ രാജേന്ദ്രൻ MLA CPM-ന്റെ MLA അല്ലേ? CPM-ന്റെ ഒരു നേതാവല്ലേ? CPM-ന്റെ ഈ നേതാവ് ഭൂമാഫിയയുടെ ആളാണ് എന്ന് VS അച്യുതാനന്ദൻ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജേന്ദ്രനെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ എത്തുന്നു. ഇതേ തർക്കം VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ പണ്ടുണ്ടായല്ലോ, പരസ്യമായ തർക്കം. ആ തർക്കത്തിലാണല്ലോ രണ്ടുപേർക്കും പോളിറ്റ് ബ്യൂറോ അംഗത്വം നഷ്ടപ്പെട്ടത്. അതിനുശേഷം ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭൂപ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. EMS-ന്റെ നേതൃത്വത്തിൽ, ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ, പിന്നീട് അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ഭൂപ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. അവിടെ അന്നും ഈ പറയുന്ന രീതിയിൽ CPM-ന്റെ ഭാഗത്തുനിന്നോ മറ്റു വ്യക്തികളുടെ ഭാഗത്തുനിന്നോ ഭൂമാഫിയയ്ക്ക് അനുകൂലമായ നിലപാടെടുത്ത വ്യക്തികൾ ഓരോ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ കൃത്യമായ വ്യക്തത വരുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ നമുക്കറിയാം, ടാറ്റയുടെ കയ്യിൽ, ഹാരിസൺ മലയാളത്തിൻ്റെ കയ്യിൽ നിരവധി പേരുടെ കയ്യിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വച്ചിരിക്കുന്നു. ഭൂപരിഷ്കരണം നിലനിൽക്കുന്ന കേരളത്തിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധിയുള്ള ഈ കേരളത്തിൽ എത്ര ഏക്കർ ഭൂമി കൈവശം വെച്ചിട്ടുണ്ട്? ഇപ്പൊ കഴിഞ്ഞ UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന കയ്യേറ്റമുണ്ടോ? ശരി, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ഡേ ചർച്ച ചെയ്യുന്നത് റിസോർട്ടിനെ തൊടുമ്പോൾ CPM-ന് പൊള്ളുന്നത് എന്തുകൊണ്ട്? ഇടവേളയ്ക്ക് ശേഷം.